മണപ്പുറം ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ധന്യ മോഹൻ തട്ടിപ്പ് നടത്തിയത് ഓൺലൈൻ ഗോൾഡ് പ്ലാറ്റ്ഫോം വഴിയെന്ന പോലീസിന്റെ കണ്ടെത്തൽ. ഓൺലൈൻ ഇടപാടിന്റെ മുഴുവൻ സാധ്യതകളും തട്ടിപ്പിനായി ധന്യ ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തൽ. അന്വേഷണവുമായി ധന്യ സഹകരിക്കുന്നില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ഓൺലൈൻ ഗോൾഡ് പ്ലാറ്റ്ഫോം വഴി ഇടപാട് നടത്തുന്നവർക്ക് ഒരു തവണ ബാങ്കിലെത്തിയാൽ കസ്റ്റമർക്ക് പിന്നീട് സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കും എന്നതാണ് പ്രത്യേകത. ഇത് മറയാക്കിയായിരുന്നു ധന്യയുടെ തട്ടിപ്പ്. കസ്റ്റമർ 6 ലക്ഷം രൂപയുടെ സ്വർണം ഈടുവെച്ചാൽ 5 ലക്ഷം രൂപ വരെ സ്ഥാപനം ലോണായി നൽകും. തട്ടിപ്പിൽ സംശയം തോന്നാതിരിക്കാൻ ധന്യയും 6 ലക്ഷത്തിന്റെ സ്വർണം ഈടുവെച്ചു. 4 വർഷത്തിനുള്ളിൽ 8000 ഇടപാടുകളിലൂടെയാണ് 20 കോടി രൂപ തട്ടിയത്. ചെറിയ തുകകൾ വെച്ചാണ് ഓരോ തവണയും പിൻവലിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടുകൂടിയാണ് തട്ടിപ്പ് പെട്ടെന്ന് പിടികൂടാതെ പോയതും. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ ധന്യ തയ്യാറാവുന്നില്ല. ധന്യ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. നഷ്ടപ്പെട്ട പണം കണ്ടെത്താൻ ഒരാഴ്ച കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. റിപ്പോർട്ടർ, തൃശൂർ.